ഹലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഉറക്കം എഴുന്നേറ്റ് പുതപ്പെല്ലാം മടക്കി വെച്ചതിന് ശേഷം നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ശംഖുപുഷ്പം ഇങ്ങനെ പൂത്തിരിക്കുന്നത് കണ്ടു കേട്ടോ. ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, DM ചെയ്യുക ചെയ്താൽ മതി. ഓക്കെ, കണ്ടില്ലേ കള്ളപ്പൂച്ച കിടക്കുന്നത്, എല്ലാം കട്ട് തിരിഞ്ഞു. അങ്ങനെ നേരെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ പോയി ചായയൊക്കെ ഇട്ട് കേട്ടോ. ചായ ഇട്ട് 2 ചപ്പാത്തിയും സോയ ചങ്ക്സ് കറിയൊക്കെ ആയിട്ടും കഴിച്ചു. എന്നിട്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു വിരിക്കാനായിട്ട്, കഴുകി വെച്ചായിരുന്നു. അതൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ അവിടെ നോക്കിയിരിക്കുകയായിരുന്നു മീൻ കൊണ്ടുവരുന്ന മാമനായിട്ട് വന്നോന്ന്. പക്ഷേ മാമൻ വന്നിട്ടില്ല, മീൻ കൊണ്ട് വന്നതാണോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് നേരെ അടുക്കളയിൽ കയറി അരിയൊക്കെ അടുപ്പിലിട്ടതിന് ശേഷം മഞ്ഞളുണ്ടായിരുന്നു, ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കഴുകി ഉണക്കാനൊക്കെ ഇട്ടേട്ടോ വെയിലത്തിട്ടതിന് ശേഷം ഞാൻ നേരെ പോയി TV കണ്ടുകൊണ്ട് വിഴുക്കിനരിഞ്ഞ് വെണ്ടയ്ക്ക വിഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിഴുക്കിനൊക്കെ അരിഞ്ഞതിന് ശേഷം സിനിമയും കണ്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ? കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെയാണ്. എന്നിട്ട് ഒഴിച്ചേറിക്ക് വേണ്ടിയുള്ള തേങ്ങയെല്ലാം തിരികിയതിന് ശേഷം തളർന്നു പോയപ്പോൾ 2 പുഴുങ്ങിയ മുട്ടയൊക്കെ എടുത്ത് കഴിച്ചു. മുട്ട കഴിച്ചതിന് ശേഷം ഞാൻ പോയി വിഴുക്ക് വെക്കാൻ വിചാരിച്ചു കേട്ടോ. വിഴുക്കെല്ലാം എണ്ണ ചൂടാക്കി വിഴുക്കിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് തട്ടി വിഴുക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതുപോലെ കയ്യോടെ തന്നെ ഞാൻ ഒഴിച്ചെറി ഉണ്ടാക്കി കേട്ടോ. അത് ഇതേ കണക്ക് തന്നെ ഒഴിച്ചെറിക്കുള്ള എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുകും ചെറിയ ഉള്ളിയൊക്കെ ആയിട്ട് ചേർത്ത് അത് സെറ്റാക്കി. അതിനുശേഷം സോയ ചങ്ക്സ് കുറച്ച് പൊരിച്ച് കേട്ടോ, നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ പൊരിച്ച് തിന്നാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ടേക്കാം. അതിനുശേഷം വാപ്പ പള്ളിയിൽ നിന്നപ്പോൾ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. നിങ്ങളെ വാപ്പമാർ ഇങ്ങനെയാണോന്ന് പറയണേ. എന്നിട്ട് ചോറൊക്കെ വീണ്ടും സിനിമ കണ്ടുകൊണ്ട് ഡാർവിൻ്റെ പരിണാമം അങ്ങനത്തെ സിനിമ കണ്ടുകൊണ്ട് ചോറൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് തുണി ഉണ്ടായിരുന്നു മടക്കി വയ്ക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാ തുണിയെല്ലാം മടക്കി വെച്ചു. ഇതെല്ലാം ഹസ്ബൻഡ് തുണിയാണ്. ഇതെല്ലാം മടക്കി വെച്ചതിന് ശേഷം കുറച്ച് സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ചു. വേറെ ഒന്നുമല്ല, കുറച്ച് ഹണിയും കറ്റാർ വാഴയൊക്കെ ആയിട്ട് അങ്ങ് ഫേസിൽ തേക്കും. നല്ല എന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ചെയ്യുന്നത് നല്ലതാണ്. ഫേസിനൊക്കെ നല്ല ഗ്ലോ കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇപ്പം ഞായറാഴ്ച എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ തിങ്കളാഴ്ച തൊട്ട് ഇത് ഫോളോ ചെയ്യും. അപ്പോൾ കുറേ പാടൊക്കെ മാറി നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. പിന്നെ തൂത്തൊക്കെ വാരിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വാപ്പ വട മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ വടയും ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി ഇച്ചിരി മുറ്റമൊക്കെ തൂക്കാണ്ടായിരുന്നു. മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് കയറി അത്രയൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. വലിയ ആഡംബരമായിട്ട് വേറെ ഒന്നുമില്ല ഞാൻ ചെയ്യുന്നത്. ഇത്രയൊക്കെ തന്നെ സാധാരണ ഓരോരുത്തർ ചെയ്യുന്ന പോലെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ഷെയറൊക്കെ ചെയ്ത്. അപ്പോൾ ഓക്കെ, ബായ്. എൻ്റെ മീൻ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, ഒരുപാടുണ്ടായിരുന്നു, കുറേ ചത്തുപോയി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്, ടാറ്റാ.